ആണോ ഉമ്മ? എന്നിട്ട് എന്താ അവള് പറഞ്ഞു? ശരിയാണ്. അവൾക്ക് ഇഷ്ടായിക്കണോ? ആരോടെ ഫോണെ കൂടെ സംസാരിക്കണത്? അത് നല്ല കാര്യപ്പെട്ട സംസാരാണല്ലോ. കണ്ടൊക്കെയാണോ? എന്നാലും ഉമ്മ നിശ്ചയം വരെ എത്തിയിട്ടും എന്നോട് തരെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ആ ഉമ്മ, ഞാൻ വരാം. അവളെ കാര്യത്തിന് ഞാനല്ലാതെ വേറെ ആര് വരാനാണ്? ഞാൻ ഉമ്മാനോട് ചോദിച്ചിട്ടേ ഇന്ന് തന്നെ വരട്ടോ, വൈകുന്നേരം വരാം. ഉമ്മ ഞാൻ വെക്കട്ടെ. ഓ, വീട്ടിൽ പോകാനുള്ള പുറപ്പാടാണല്ലേ? കാണിച്ചു തരാം. ഇന്നല്ലേ പറഞ്ഞേക്കട്ട. ഓ, മുട്ടും കാലും വേദനയായിട്ട് വെച്ച് രാവിലെ തുടത്തിയ വേദനയും വരുത്തോളെ. ഉമ്മ ഉമ്മ, നിങ്ങൾ വല്ലതും അറിഞ്ഞ? എന്താടി ഇത്ര വലിയ ആനക്കാര്യോ? ആ, ഇത് കുറച്ച് വലിയ ആനക്കാര്യം തന്നെയാണ്. ഉമ്മാന്റെ മരുമോളെ വീട്ടിൽ പോവാൻ നിൽക്കുകയാണല്ല. വീട്ടില് പോവേ? ഓളിപ്പോ ആരോട് ചോദിച്ചിട്ടാണ് ഓളെ പെരേക്ക് പോകാൻ പുറപ്പെട്ടിക്കണത്? ആര് സമ്മതം കിട്ടിയിട്ടാ? ഓള് മാത്രം തീരുമാനിച്ചാൽ മതിയോ ഓളെ വീട്ടിൽ പോണ കാര്യം? അതൊന്നും അറിയില്ലമ്മ. ഇത്താന്റെ ഉമ്മാനോട് ഫോണിൽ കൂടെ പറഞ്ഞതേ ഞാനേ ഒളിഞ്ഞു നിന്ന് കേട്ടതാണ്. ഇന്ന് എന്തായാലും വരാന്നുള്ളത്. പിന്നെ ഇത്ത ഇവിടുന്ന് പോവാന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ പണി ഞാനൊന്നും എടുക്കൂലട്ടമ്മ. എനിക്കല്ലെങ്കിൽ തന്നെ കോളേജിൽ ഒരുപാട് പഠിക്കാണ്ട്. വാതിലാക്കട്ടെ, അഥവാ ഇത്ത കേട്ട് വരും. ഇനിയിപ്പൊ എന്താ ഉണ്ടാവുക അറിയുമ്പോ ഇക്കാക്ക് ഇപ്പൊ വിളിച്ചിട്ടുണ്ടാവും. ഇത്ത ഫോൺ വിളിച്ചിട്ടുണ്ടാവും. ഇത്താന്റെ പേരേക്ക് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ ഇപ്പൊ ഉമ്മാന്റെ ഫോണിക്ക് എന്തായാലും ഇക്ക വിളിക്കാതിരിക്കൂല. ഇത്താനൊന്ന് പറഞ്ഞയക്കുന്നിട്ട് ഇക്ക പറഞ്ഞ എന്തായാലും ഇത്താനെ പറഞ്ഞയക്കേണ്ടി വരും. ഇമ്മ കുടുങ്ങും. ഈ വീട്ടിലെ പണിയൊക്കെ എടുത്തിട്ട് ഇമ്മ കുടുങ്ങും. അത്ര തന്നെ. ഉമ്മ ഒരു കാരണവശാലും ഇത്താനെ പറഞ്ഞയക്കണ്ട കേട്ടോ. ഇത്താന്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് സ്വാതന്ത്ര്യമായി. പിന്നെ ഇക്കാക്ക് ഫുൾ ടൈം വിളിയാവും. ഇക്കാനോട് ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഉള്ളതും ഇല്ലാത്തതൊക്കെ കൂട്ടി പറഞ്ഞു കൊടുത്തിട്ടേ ഇക്കാനും ഉമ്മാനും കൂടി തെറ്റിക്കളയെല്ലാ പണി ഇത്തെടുക്കും. അതിനുള്ള ഒരു വയ്യും ഉമ്മ ഒരുക്കി കൊടുക്കണ്ട. എനിക്ക് അത്ര പറയാനുള്ളൂ. ഓളെ ഈ പുന്നാരങ്കാളി ഒന്നേ ഇന്റെ അടുത്ത് നടക്കൂല്ല, ഈ പൊരയില് നടക്കൂല്ല. ഓളിപ്പോ സെലീമിനോട് എങ്ങനെ ചോദിച്ചിട്ടും കാര്യമില്ല. ഇന്റെ വാക്കിന് അപ്പുറം ഓൻ നിക്കൂല. അങ്ങനെ നിക്കണോന്നൊക്കെ കാണണല്ലോ. ഷായിന, ഷായിന, ഇജേ ആ പച്ചരി കഴിക്കട്ടെ വെയിലത്തിട്ടീന? ഇല്ലമ്മ, ഞാനത് കഴുകി ഉണക്കാൻ പോവാണ്. ഇജത് ഏത് വാപ്പ് വന്ന് കേൾപ്പിച്ചിട്ടാണ് ഈ പാത്ത് വെച്ചിക്കണത്? ഈ കാലോട് വയ്യാത്ത ഞാൻ വന്ന് കേൾപ്പിച്ചിട്ടോ? അതാ അക്കത്തെ അമ്മായി ആരെങ്കിലും വരാന്ന് അറിഞ്ഞിനാ? ഇജ് കൊറേ നേരമായല്ല റൂമിൽ ഇരുന്നാണ്ട് ഫോണിൽ ഇങ്ങനെ ആരോടോ വർത്താനം പറഞ്ഞീന്ന്. ആരേന്ന്? സെലീമാണെങ്കിൽ നേരത്തെ വിളിക്കൂല്ല. പിന്നെ ഇജ് ആരോട് ഇങ്ങനെ വർത്താനം പറഞ്ഞീന്ന്? ഉമ്മ, ഞാൻ എന്റെ വീട്ടിലേക്കായിരുന്നു വിളിച്ചിരുന്നത്. എന്റെ ഉമ്മാനോട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു ഉമ്മ. ഓ, വിശേഷം ചോദിച്ചറിയണം. അങ്ങനെ പെറ്റ് വിശേഷാണല്ല അന്റെ പെരയില് നടക്കണത്. ഇവിടുത്തെ കുറ്റങ്ങൾ മുഴുവേ അന്റെ ഉമ്മാനോട് വിളിച്ച് പറിച്ചല്ലടി അന്റെ പണി. എനിക്ക് വേറെ എന്ത് പണിയാണുള്ളത്? വിശേഷം പോലും അതിന് മാത്രം വിശേഷങ്ങളെ അന്റെ പെരയിൽ കുന്നുകൂടി കെടുക്കുകയാണല്ല. ഉമ്മന്റെ അനിയത്തിന്റെ കല്യാണം ശരിയായി. അതിനെ പറ്റി സംസാരിക്കായിരുന്നു. അവളെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ ചെല്ലാൻ പറഞ്ഞു എന്റെ ഉമ്മ. ഞാനാണെങ്കിൽ ഇന്ന് വരാന്നും പറഞ്ഞു. ഇതാപ്പൊ നല്ല കൂത്ത്. ഇജ് ആരോട് ചോദിച്ചിട്ടാണ് എന്റെ ഉമ്മാനോട് ഇന്ന് അങ്ങോട്ട് വരാന്ന് പറഞ്ഞത്? ഇജ് എന്റെ സ്വന്തം ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കല? അല്ല, എല്ലാരും ഇഷ്ടം കാണിക്കുകയാണെങ്കില് പിന്നെ ഇന്റെ ആവശ്യമല്ല ഈ പൊരയില്. ഞാനെന്തിനാണ് ഇവിടെ? അല്ല, ഇതിപ്പോ കൊടുന്ന് പോയിട്ടുണ്ടെങ്കില് ഈ പൊരയിലെ പണി ആരെടുക്കല്? ഈ കാലോണ്ടും വെച്ചാത്ത ഞാനോ? അതോ എന്റെ അക്കത്തെ അമ്മായി വരാന്നറിഞ്ഞീനാ ഇവിടെ പണിക്ക് എടുക്കാന്? ഓളൊരു പോവാൻ പൂതി വെച്ച് വന്നിക്കണ്. ഓക്കെ എത്തി. അപ്പൊ എന്റെ മിന്നും പ്രതീക്ഷ അവിടെ ഇരിക്കല്ലോ. ഇത്ത
എന്താടാ എനിക്ക് ചായ എന്തെങ്കിലും വേണോ? വേണ്ടത്ത ഉമ്മേ ഇത്താന് ചീത്ത പറഞ്ഞത് കേട്ടിട്ടേ വന്ന് നോക്കിയതാണ്. ഇത്താന്റെ വീട്ടിലേക്ക് ഇത്താനെ പറഞ്ഞയക്കാതിരിക്കണേ എന്ത് കാര്യത്തിനാണ് ഉമ്മ? ഇത്താന്റെ വീട്ടുകാരെ ഉമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? എടാ കുഞ്ഞോനെ, ഉമ്മ ഇന്ന് പോണ്ടാന്നാ പറഞ്ഞത്. ഉമ്മ പിന്നൊരുക്കെ പോവാന്ന് പറഞ്ഞല്ല. ഉമ്മക്ക് കാലുവേദന ഒക്കെ അല്ലേ. പിന്നെ ഇപ്പൊ ഞാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കൊടുക്കും. കുഞ്ഞോൾ കാണുന്നുണ്ടെങ്കിൽ കോളേജും ഉണ്ട്, എനിക്ക് ജോലിക്കും പോണം. ഉമ്മക്ക് ഈ കാലുവേദന വെച്ചിങ്ങാണ്ട് ഇവിടുത്തെ പണി എടുക്കാൻ കഴിയൂലല്ല. അതാണ് ഉമ്മ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഒരിക്കൽ പോവാന്ന് പറഞ്ഞേ. എന്റെ ഇത്താക്കേ അഭിനയിക്കാനും കള്ളം പറയാനേ അറിയില്ല. അപ്പൊ പിന്നെ അതിനായിട്ട് ഇങ്ങനെ മെനക്കെടണ്ടെത്താ. ഓ ഒലക്ക ചങ്ക് കാറിയിട്ടാണെങ്കിൽ അതിനെക്കാട്ടി അപ്പുറം. ഉമ്മ എന്തായി? നിങ്ങൾ പറഞ്ഞാ ഇത്താനോട് പോവണ്ടാന്ന് ഇവിടുന്ന്? ആ ഓള് ഇവിടുന്ന് ഒരു വാപ്പാടുക്കും പോവില്ല. ആ ഉമ്മ, ഞങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. വലിയകാക്ക് പൈസ അയക്കുമ്പോളേ ഇക്കൊരു ഡയമണ്ടിന്റെ വള വാങ്ങാനുള്ള പൈസ അയക്കാൻ പറയണ ഉമ്മ. എന്താണ് ജി പറയുന്നത്? ചില്ലറ സാധനമാണ് ജി പറയുന്നത്? ഡയമണ്ടിന്റെ വള അല്ലെങ്കിൽ തന്നെ ഓൻ തരുന്ന പൈസയൊന്നും ഓനറിയാതെ ഞാൻ 2-3-4 കുറി കൂടിയേക്കണ്. അതിന്റെ പുറമെയാണ് ഓൾക്ക് ഡയമണ്ടിന്റെ വള. ആ പൈസ തന്നെ ഞാൻ എടുത്തുകാണ്ട് കുറിക്കടക്കാൻ പെടുന്ന പാട് ഇക്കേ അറിയുള്ളൂ. ഓന്റെ കയ്യില് അതിനൊന്നുള്ള പൈസ ഉണ്ടാവില്ല. ആര് പറഞ്ഞ് ഇക്കാന്റെ കയ്യിൽ പൈസ ചെയ്യാന്നുള്ളത്? പിന്നെ ഇക്ക നയിക്കണ പൈസ ഒക്കെ പിന്നെ ആർക്കാ കൊടുക്കണത്? എന്റെ പൊന്നുമ്മല്ല, ഇമ്മൊന്ന് നൈസിൽ ചോദിച്ചാ മതി, അപ്പൊക്കെ കേൾക്കും. നല്ല ഉമ്മല്ല. പിന്നെ ഉമ്മ, താന്റെ വീട്ടിലെ ചെലവ് ചിലപ്പോ നമ്മളക്കാന്റെ പൈസ കൊണ്ട് തന്നെ ആവും അവിടുത്തെ ചെലവ് നോക്കണത്. ഇത്ത നമ്മളോട് ഇതൊന്നും ഉണ്ടാതിരിക്കാവും. കാഞ്ഞ വളവത്തിയാണ് മരുമോള്. അതിനൊക്കെ ഉള്ള സാമർത്ഥ്യം മരുമോൾക്ക് നല്ലോണം ഉണ്ട് ഉമ്മ. ഇത്തേ ഇക്കാനോട് കൂടുതൽ സംസാരിക്കണതേ ഇമ്മൊന്ന് തടഞ്ഞാ മതി. അധികം ഒന്നേ അനക്കൊണ്ടേ ഇക്കാനോട് സംസാരിപ്പിക്കാനേ ഉമ്മ സമ്മതിക്കാഞ്ഞാ മതി. എപ്പോഴും ഒരു കണ്ണെത്താന്റെ മേലുണ്ടായ മതി ഉമ്മാക്ക്. പിന്നെ ഉമ്മാന്റെ രണ്ടാമത്തെ മോണ്ടല്ല, അത് വെറും ഇത്താത്താന്റെ മോനാണ്. അതൊന്നും നല്ലോന്ന് സൂക്ഷിക്കണത് നല്ലതാണ്. ഇത്താനൊന്നും പറയാനും സമ്മതിക്കൂല ഒന്നിനും. വെല്ലിക്കാക്കാനോടെ എന്തെങ്കിലും ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് നോക്കുകൊണ്ടേ. കുഞ്ഞോൻ അങ്ങനെ വിളിച്ച് പറയൊന്നുമില്ല. അതല്ലെങ്കിലേ ഇനി അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഓളിഞ്ഞ് കൂടുതലൊന്നും ഓനോടെ സംസാരിക്കൂല. അല്ലെങ്കിൽ ഓനക്കിപ്പോളേ ചെറിയൊരു ചാഞ്ചാട്ടമൊക്കെ തുടങ്ങുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അതെ, നിലക്ക് നിർത്തിയില്ലാന്നുണ്ടെങ്കില് നമ്മളെ കാര്യം തന്നെ കട്ടപ്പോകാം. മകളുടെ വാക്കും കേട്ട് ഈ ഉമ്മ തുള്ളുമ്പോൾ അത് നാശത്തിൽ തന്നെ എത്തിച്ചേരും. കാത്തിരിക്കാം നമുക്ക് ഈ കഥയുടെ അടുത്ത പാർട്ടിനായി. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ.